തീപിടിച്ച ചരക്കു കപ്പലിനെ മുഴുവനായും തീ വിഴുങ്ങിയെന്ന് കോസ്റ്റ് ഗാർഡ്. രക്ഷപ്പെടുത്തിയ 18 ജീവനക്കാരെ മംഗളൂരുവിലെത്തിച്ചു. പൊള്ളലേറ്റ 6 പേരെ മംഗലാപുരം AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അതേസമയം കാണാതായ 4 ജീവനക്കാർക്കായി തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾക്കാണ് തീ അണയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സമുദ്ര തരംഗിണി, രാജ്ദൂത് എന്നീ കപ്പലുകൾക്കാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അനഘയുണ്ട്. അനഘ, ആദ്യം തന്നെ അറിയേണ്ടത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. എന്താണ് ഡോക്ടർമാർ പറയുന്നത്? അതായത് ഇന്നലെ ഈ 18 പേരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഈ 18 പേരെയും മംഗലാപുരത്ത് എത്തിച്ചിരുന്നു. അതിനുശേഷം മംഗലാപുരം AJ ആശുപത്രിയിലേക്കാണ് ഇതിൽ ഗുരുതരമായി പൊള്ളലേറ്റ 2 പേരുൾപ്പെടെ 6 പേരെ ഈ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ 2 പേരുടെ നില, 2 ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഇവർക്ക് പുറമെ പൊള്ളലേറ്റിട്ടില്ല, അതിന് പകരം ഈ പുക ശ്വസിച്ചതിന്റെ ഭാഗമായി ശരീരത്തിന്, ശ്വാസകോശത്തിനടക്കം അകത്ത് പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ഈ 2 പൗരന്മാരും ചൈനീസ് പൗരന്മാരാണ് എന്നതാണ്. നിലവിൽ 6 പേർക്കാണ് ഗുരുതരമായി അതിൽ പൊള്ളൽ ഏറ്റിരിക്കുന്നത്. ഒരു തായ്വാൻ സ്വദേശി, 2 മ്യാൻമാർ സ്വദേശി, 3 ചൈനീസുകാർ എന്നിവരാണ് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത്. അങ്ങനെ 6 പേരാണ് ഈ മംഗലാപുരമുള്ള AJ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 2 പേരുടെ നിലയാണ്, 2 ചൈനീസ് പൗരന്മാരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഈ സമയത്ത് ഈ കപ്പലിൽ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ആ തീപിടിച്ച ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഈ 2 ചൈനീസ് പൗരന്മാർക്കാണ് അതിഗുരുതരമായ രീതിയിൽ തന്നെ പൊള്ളലേറ്റിരിക്കുന്നത്. ഈ പുക ശ്വസിച്ചതിന്റെ ഭാഗമായി ആന്തരിക അവയവങ്ങൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് ആളുകൾക്ക്, അതായത് ചികിത്സയിലുള്ള മറ്റാളുകൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ 4 പേർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ? അതായത് ഇന്നലെ മുതൽ തന്നെ ഈ കാണാതായിട്ടുള്ള 4 പേർക്ക്, 4 കപ്പലിലെ ജീവനക്കാർക്കായി തിരച്ചിൽ തുടരുകയാണ്. പക്ഷെ അവരെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും അധികം ശ്രമം നടത്തുന്നത് ഈ കപ്പലിലെ തീ ഏതെങ്കിലും വിധത്തിൽ അണയ്ക്കാനാണ്. പക്ഷേ അത് ദുഷ്കരമായി തന്നെ തുടരുകയാണ്. ഒരു രീതിയിലും കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ ഈ തീപിടുത്തമുണ്ടായ കപ്പലിന്റെ ആ ഭാഗത്ത് ഉണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ തീപിടുത്തമുണ്ടായ കപ്പലിനടുത്തേക്ക് എത്താൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിൽ തീ അണയ്ക്കാനുള്ള ദൗത്യം നൽകിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ സമുദ്ര തരംഗിണി, അതുപോലെ തന്നെ രാജ്ദൂത് എന്നീ 2 കപ്പലുകളാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. മറ്റ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ കൂടി തീ അണയ്ക്കുന്നതിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കൊളംബിയൻ കമ്പനിയോട്, ഈ കപ്പലിന്റെ കമ്പനിയായ കൊളംബിയൻ കമ്പനിയോട് ഈ ടഗ് ബോട്ടുകൾ, ഈ പ്രദേശത്തേക്ക് കൂടുതൽ ടഗ് ബോട്ടുകൾ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുണ്ട്. കാരണം മാത്രമല്ല, ഈ കപ്പലിനൊരു ടീമുണ്ട്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ, ഏതെങ്കിലും രീതിയിൽ കപ്പൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ കപ്പലിനോട് സംബന്ധിച്ച് തന്നെ ഒരു ടീം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. ആ ടീമിനോടും ഈ സ്ഥലത്തേക്ക് എത്താൻ ഈ കോസ്റ്റ് ഗാർഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം അത് നടക്കുന്നില്ല. മാത്രമല്ല, ഈ കപ്പൽ ഇപ്പോൾ നിലവിൽ ശ്രമം തുടരുന്നത് ഈ കപ്പലിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുക, അതായത് ഒരു രീതിയിലും കരയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ കപ്പലുകളിൽ നിന്ന് ഇന്നലെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 25 കണ്ടെയ്നറുകളാണ് കടലിലേക്ക് പതിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കപ്പലിനകത്തെ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കാതെ നോക്കുക. മാത്രം ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കടലിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ അത് എത്രയും പെട്ടെന്ന് ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുക, ഈ ഭാഗത്ത് നിന്ന് മാറ്റുക. അതായത് നമ്മുടെ ഈ കേരള ആ ഭാഗത്ത് നിന്നൊക്കെ തന്നെ മാറ്റി സുരക്ഷിതമായി മാറ്റി നിർത്തുക എന്ന ദൗത്യം കൂടി ഇതിനോടകം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, 2 ദിവസം കഴിഞ്ഞാൽ ഈ കേരള തീരത്തൊക്കെ തന്നെ യെല്ലോ, ഓറഞ്ച് അലേർട്ടുകളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ കടലിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ ടഗ് ബോട്ട് ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് മാറ്റുക എന്നൊരു ശ്രമം കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ കപ്പലിനെ മുഴുവനായും, കോസ്റ്റ് ഗാർഡ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ കപ്പലിനെ മുഴുവനായും തീ വിഴുങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കപ്പലിനകത്തുള്ള വസ്തുക്കൾ, അതായത് ആസിഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതുപോലെ തന്നെ
പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളാണ് ഈ കപ്പലിലെ കണ്ടെയ്നറുകൾക്ക് അകത്തുള്ളത്. ആ വസ്തുക്കൾക്കൊക്കെ തന്നെ തീപിടിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് കപ്പൽ മുഴുവനായും കത്തി അമരാനാണ് സാധ്യത. ഇതിനോടകം തന്നെ കപ്പലിന്റെ മുഴുവൻ ഭാഗങ്ങളും കത്തിയിട്ടുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. രാഖി. ശരി അനഘ, കപ്പൽ തീപിടുത്തത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് അനഘ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും 4 പേർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്.